ഹായ്. നമ്മളിന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ പോകാട്ടോ. ഷേണായിസ് ഉച്ചയ്ക്ക് 12:04 ഷോ. 11:21 ഇപ്പോൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല സിനിമയെന്ന് പറയുന്നു. നമ്മുടെ ആവേശം സിനിമയില്ലേ, ഏതാണ്ട് അതിനൊക്കെ ഒപ്പം ഇറങ്ങിയൊരു പടമാണ്. നല്ലൊരു സിനിമയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും പിന്നെ എങ്ങനെയുണ്ട് എന്താണെന്ന്. മാമ്പ്ര റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. റൈസ് റിസർച്ച് റോഡ് വഴി നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷേ ആ വഴി ഭയങ്കര കട്ടറാണ്. കാറായാലും സ്കൂട്ടറായാലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ട് ജിമ്മിൽ പോയപ്പോൾ സൈക്കിളും കൊണ്ട് ആ വഴി ആദ്യമൊക്കെ പോയിരുന്നു. പിന്നെ ഞാൻ വിട്ടു. ഭയങ്കര കട്ടറായിട്ട് ചവിട്ടാൻ പറ്റില്ല. കട്ടറോ അയ്യോ, ഒരു കട്ടറിൽ നിന്ന് അടുത്ത കട്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷേണായിസ് തിയേറ്ററിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേണായിസ് തിയേറ്ററിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമായിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ എറണാകുളത്ത് വന്ന ആ ഒരു സമയത്ത് ഷേണായിസും സരിത സവിത സംഗീതമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ തിയേറ്ററിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോചനീയമായിരുന്നു. എലി ഉൾപ്പെടെയുള്ള പല എന്താ പറയുക, ഭയങ്കര ശോചനീയാവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പം ഇത് റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ അവസ്ഥയിലാക്കിയതാണ്. ഇപ്പോൾ അത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു കൂപ്പൺ, അതായത് നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ കൂപ്പൺ 50 രൂപ അവർ മേടിച്ചു. പക്ഷേ ക്യാഷായിട്ട് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. സ്നാക്ക് കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ അതാണത് ഇപ്പോൾ ഈ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര ശോചനീയാവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ലത് അവർ റിനോവേറ്റ് ചെയ്ത് അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. പിന്നെ തിയേറ്ററിൻ്റെ സീറ്റിംഗ് ഞങ്ങൾ സ്ക്രീൻ 5-ലാണ്, ബാക്കിയുള്ളത് എനിക്കറിയില്ല. സ്ക്രീൻ 5-ലെ സീറ്റിംഗ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയുണ്ടായിരുന്നു സീറ്റിംഗ് എന്നൊക്കെ. എന്തായാലും കൊള്ളാം. അവർ റിനോവേറ്റ് ചെയ്ത് പഴയ അവസ്ഥയിൽ നിന്നൊക്കെ തിയേറ്റർ എത്രയോ വ്യത്യാസമായിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ വരുമ്പോഴുള്ള അവസ്ഥയേ അല്ല ഇപ്പോൾ തിയേറ്ററിന്. കുറേ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ എന്തായാലും തിയേറ്ററിന് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസ് 7.1 7.5 എന്തോ ആണ്, കറക്റ്റ് എനിക്കറിയില്ല, ഓർക്കുന്നില്ല ഇപ്പോൾ. എന്തായാലും നല്ല സൗണ്ട് എഫക്റ്റ് ആയിരുന്നു കേട്ടോ സിനിമ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു, കിട്ടുക്കനായിരുന്നു. അത് ഞാൻ തുറന്ന് പറയുന്നു, എനിക്കൊരു സത്യമായിട്ട് നല്ല എഫക്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ച. ഇതാണ് ഷേണായിസ് തിയേറ്ററിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതിപ്പോൾ ഞാൻ ഈ ക്യാമറ പിടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് വീഴുന്നുണ്ട്. ഇതാണ് അവിടുത്തെ സ്ക്രീന്. വീഴുന്നല്ല, വീഴാൻ പോകുന്നുണ്ട് ഇടയ്ക്ക്. അതാണ് ഈ ക്യാമറ ഇടയ്ക്ക് ഷെയ്ക്ക് ആവുന്നത്. സ്റ്റെപ്പ് കാണുന്നില്ല കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സീറ്റ് ഭയങ്കര, സീറ്റിൻ്റെ കുഷ്യൻ ഭയങ്കര ഹാർഡാട്ടോ, ഒരു സോഫ്റ്റ് കുഷ്യനല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റ് ഇതേ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ സീറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആ ഒരു സെക്യൂരിറ്റി ഒരു ചേച്ചിയായിരുന്നു, ഒരു ചേച്ചിയാണോ എന്നെ കഴിഞ്ഞ പ്രായത്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല, ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ സീറ്റ് ഇത് കിട്ടി. ഈ 11-ഉം 10-ഉം ആയിരുന്നു നമ്മുടെ സീറ്റ്. ഇതാണ് അങ്ങോട്ട് ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. എന്നാലും ഇരുന്നിട്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഇരുന്നത്. അന്നേരം നമുക്കറിയില്ല കിട്ടുമോ കിട്ടില്ലെന്നൊന്നും അറിയില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ കാണാമായിരുന്നല്ലേ. ഇതൊക്കെ എഡിറ്റിംഗ് ഡെസ്കിൽ വരുമ്പോഴാണ് നമുക്കറിയുന്നത്. സിനിമ കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫാമിലി ഗുഡ് മൂവിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും കുറേ ഇഷ്ടപ്പെട്ടു. അമ്മ കുറേ ഒന്ന് കരയൊക്കെ ചെയ്തു. പിന്നെ ഷേണായിസിൽ സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട്നെസ് ഫീൽ ചെയ്തു ആ സീറ്റിൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സീറ്റിൽ ഇരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സീറ്റിംഗ് പൊസിഷനും ഇരിപ്പൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ കുഷ്യനാണെങ്കിലും ഭയങ്കര ഹാർഡായിരുന്നു. വേറെ സിനിമ വൈസ് ഒന്നും പറയാനില്ല. നിവിൻ പോളിയുടെ അഭിനയമൊക്കെ വേറെ ലെവലാണ്. ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ എല്ലാവരും അഭിനയത്തിൽ പൊളിച്ചടക്കിയിട്ടുണ്ട്. കൊള്ളാം.